അല്ല, അവരെ മാനസിക തരം അവർക്കെന്തോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ആൽബം മീഡിയയിൽ ഒരു ജനങ്ങളാണ് ഇഷ്ടമാക്കിയത്, ഞാനല്ല. ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ പാട്ട് വരണം, അല്ലെങ്കിൽ ഞാൻ എന്ന കൊച്ചു കലാകാരനെ ആരെങ്കിലും അറിയണമെന്ന് വിചാരിച്ച് പാടിയതാണ്. ഇത് ഇത്രയും വലിയൊരു ഹിറ്റായി മാറിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ദിവസം ഹിറ്റുകൾ ഉണ്ടാക്കി. ചിലപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കിലായിരിക്കാം ഒരു എനർജി കിട്ടിയിട്ടുണ്ടാവാം. ഞാനും അതുപോലെ പറയുന്നു. എനിക്ക് ആൽബം മീഡിയയിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ സംഗീതം ചെയ്യണമെന്ന് തോന്നിയത് മെഹബിൻ എന്ന് പറഞ്ഞ കാസറ്റ്, സാൻ അൻവർക്കയുടെ അതുവരെ കേട്ടിരുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പാറ്റേൺ ആയിരുന്നില്ല. അപ്പം നമ്മൾ വടകര രാത്രികാലങ്ങളിൽ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ആ പാട്ടുകളായിരുന്നു സാൻ അൻവർക്ക മ്യൂസിക് ചെയ്ത് അഫ്സൽക്ക പാടി. അതുപോലെ ഓരോരുത്തർക്ക് തോന്നുന്നതായിരിക്കാം. എന്തായാലും ജലാലിനെ പറഞ്ഞാൽ വലിയ മനസ്സിന് നന്ദി. ഇപ്പം ഇനി പുതിയ പാട്ടുകൾ ഏതെങ്കിലും വരുന്നുണ്ടായിരുന്നു? ഇപ്പോൾ മില്ലേനിയം ഓഡിയോസിൻ്റെ ബാനറിൽ ഞാനും ഷാഫി കൊല്ലവും പാടിയ, ഞാൻ സംഗീതം ചെയ്ത പാട്ടാണ്. അത് എഴുതിയത് ഒരു പാട്ട് ആദ്യമായിട്ടായിരിക്കാം 2 രചയിതാക്കൾ എഴുതുന്നത്. ഒന്ന് ആഷിർ വടകരയും മറ്റൊരാൾ അഷ്കർ യേസി. അത് ദിൽഹെ ഫാത്തിമയ്ക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഡ്യുവറ്റ് പാടുന്ന ഒരു വ്യത്യസ്തമായ ട്രീറ്റാണ്. അതും ജനങ്ങളെ ഹിറ്റാക്കിയാൽ സന്തോഷം. ഞങ്ങളത് നല്ല പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നത്. ഏതൊരു വർക്കും ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളെ പരിമിതികൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതാണ്. നമ്മളെ സംഗീതം പഠിച്ച ആളൊന്നുമില്ല. എപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന പാട്ട് ഞങ്ങൾ തന്നെ ആദ്യം കേൾക്കും, ഒരു ഓഡിയൻസ് ആയിട്ട്. മറ്റുള്ള ആൾക്കാർ എങ്ങനെ കേട്ട് ഇത് വിലയിരുത്തുന്നുള്ള ആ ഒരു മൈൻഡിലാണ് ട്യൂൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇന്നവരെ ചെയ്ത പാട്ടുകളുടെ മാപ്പിളപ്പാട്ട് ആൽബം മീഡിയയിൽ ചെയ്തതൊക്കെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, അത് ദിൽഹെ ഫാത്തിമയിൽ എൻ്റെ പാട്ടിൻ്റെ ട്യൂണിലാണ് തുടക്കം. അത് ഹിന്ദി വേർഷൻ എഴുതിയെന്നേ ഉള്ളൂ. ഒരുപാട് അതുവരെ പാടിയ ഫിറോസ് നാദാപുരം ഇപ്പോൾ ഇവിടെ ഇന്ന് ഞങ്ങൾ ഈ ഷോയ്ക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത പാട്ടുകളുണ്ട്, പഴയ കാലത്തുള്ള പാട്ടുകളുണ്ട്, ഷാഫി ചെയ്ത പാട്ടുകളുണ്ട്, ഞാൻ ചെയ്ത പാട്ടുകളും, ഞാൻ മറ്റുള്ള മ്യൂസിക് ചെയ്ത ആൾക്കാരുടെ പാട്ടുകൾ പാടിയ അതിൻ്റെ എല്ലാം ഒരു റീമിക്സാണ്. അതിൽ ശരിക്ക് മറ്റുള്ളവരെ കൂടിയും വിജയമാണ്. നിങ്ങളെവിടെയും പോയിട്ടില്ലല്ലോ. ഓരോരുത്തർ ഓരോ തിരക്കിലായി, ഓരോരുത്തർ പേഴ്സണലായിട്ട് ഓരോ തിരക്കിലായി ഓരോ പേഴ്സണൽ വർക്കുകൾ ഇറക്കാൻ തുടങ്ങി. പക്ഷേ സ്റ്റേജിലൊക്കെ ഞങ്ങൾ എപ്പോഴും ഒന്നിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു വർക്ക് നല്ല പ്രതീക്ഷയുണ്ട്, വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതിൻ്റെ പേര് അല്ല, അതിൻ്റെ ഫീഡ്ബാക്ക് ഇപ്പോഴും അനുഭവിക്കുന്നു. കാരണം ഇപ്പോൾ ഈ ജനറേഷനിലെ ചെറിയ മക്കളൊക്കെ ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ മില്യൺ കണക്കിന് വ്യൂവേഴ്സാണ്. ഞങ്ങൾ ആ ദിൽഹെ ഫാത്തിമയൊക്കെ ഇപ്പോഴത്തെ പിള്ളേരും പാടി കേൾക്കുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. അന്ന് കാസറ്റ് ആയിരുന്നു. അന്ന് ഞാനൊക്കെ കാസറ്റിൽ കാരണം ഒരു സോങ് തന്നെ ആ കാസറ്റ് മുഴുവൻ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് ആ ഒരു ഇത് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് ഇപ്പം ആകെ കാലം മാറില്ല. ഇപ്പം അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കാസറ്റ് കടയിൽ പോയി കാസറ്റ്, പിന്നെ പെൻഡ്രൈവ് ആയി, CD കോപ്പിയായി, ഇങ്ങനെ പലതായി. ഇപ്പോഴത്തെ നമ്മളെ കയ്യിലും ലോകം മുഴുവനുണ്ട്. നമുക്ക് ആരെ പാട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് എല്ലാം. അതുകൊണ്ട് തന്നെ ആർക്കും ഈ മീഡിയയിൽ എപ്പോഴും വരാം. ഇപ്പം പണ്ട് നമ്മളൊരു മീഡിയയിൽ പോയി ഞങ്ങളെ വർക്ക് ചെയ്തേരുമെന്നൊക്കെ ചോദിക്കണം. ഇപ്പം എനിക്കും നിങ്ങൾക്കൊക്കെ എന്ത് വർക്ക് ചെയ്താലും നമുക്ക് തന്നെ അപ്ഡേഷൻ ചെയ്യാം, ആരെയും കാല് പിടിക്കേണ്ടിയില്ല. അതുകൊണ്ട് തന്നെ വർക്കുകളൊക്കെ എത്രയോ കൂടുതലാണ്. അതിനിടയിലും ഞങ്ങളിപ്പം ശ്രദ്ധിക്കപ്പെടുന്നത്, ഞങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുന്നത്, ഞങ്ങളെ പാട്ടുകൾ ഇപ്പോഴും കൊണ്ടാടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഒരു കലാകാരൻ നിലക്ക് അങ്ങേയറ്റത്തെ അഭിമാനവും സന്തോഷവും.